പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് കാല പ്രസ്താവനകൾ എല്ലാം വിവാദങ്ങളാവുകയോ വല്ലാതെ ശ്രദ്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഇന്നലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയ വളരെ കൗതുകകരം മാത്രമല്ല ആശങ്കാജനകമാണ്. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഭീകരർക്ക് ബിരിയാണി വിളമ്പും എന്നാണ് മോദി പ്രസംഗിച്ചത്. നമുക്ക് കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത കടന്ന പ്രയോഗമായിട്ട് തോന്നും. പക്ഷേ ചരിത്രം അറിയാവുന്നവർക്ക് ചില കാര്യങ്ങൾ ഓർമ്മിക്കാനുണ്ട്. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കെ കാശ്മീരിലെ JKLF തുടങ്ങിയുള്ള തീവ്രവാദ സംഘടനകളുടെ ഭാഗമായി നിരവധി കാശ്മീരി പണ്ഡിറ്റുകളെ നൂറുകണക്കിന് ആളുകളെ കൊല്ലുകയും എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരെ വധിക്കുകയൊക്കെ ചെയ്തു എന്ന് സ്വയം അവകാശപ്പെടുന്ന, ഇപ്പോഴും യൂട്യൂബിൽ കിട്ടും, യാസിൻ മാലിക്കിൻ്റെ വീഡിയോ ഇപ്പോഴും യൂട്യൂബിലുണ്ട്. യാസിൻ മാലിക്കിനെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ സ്വീകരിച്ചിട്ടുണ്ട്. അത് വെച്ച് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ വീണ്ടും UPA സർക്കാർ അല്ലെങ്കിൽ NDA സർക്കാർ വന്നാൽ മോദി പറഞ്ഞതുപോലെ ഭീകരർക്ക് ഇന്ത്യയുടെ ഭരണ സ്ഥിരാകേന്ദ്രമായ ഭരണത്തലവനിരിക്കുന്ന പ്രധാനമന്ത്രിയുടെ വസതിയിൽ പോലും സ്വീകരണവും ബിരിയാണിയും കിട്ടുമോ? സാർ, ഇതിൽ ഈ വളരെ കൗതുകം എന്ന് പറഞ്ഞാൽ വളരെ ശരിയാണ്. ആശങ്ക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അല്ല, എനിക്ക് ആദ്യം തോന്നുന്നൊരു കൗതുകം എന്താ വെച്ചാൽ ഇലക്ഷനോട് അടുക്കും തോറും, മീൻസ് ഇലക്ഷൻ അവസാന ഘട്ടത്തിലേക്ക് അടുക്കും തോറും നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി അപാരമായ കോൺഫിഡൻസോടെ പോസിറ്റീവ് പൊളിറ്റിക്സ് പറഞ്ഞിരുന്ന ഒന്നാം ഘട്ടത്തിൽ നിന്ന് രണ്ടാം ഘട്ടത്തിൽ നിന്ന് മൂന്നാം ഘട്ടത്തിൽ നിന്ന് ഈ 5ലേക്ക് 6ലേക്ക് അടുക്കുമ്പോഴുള്ള ഒരു ചെറിയ വ്യത്യാസം, ഈ ഇഫ് ഇന്ത്യ മുന്നണി ഇൻ പവർ, ഇഫ്സ് ആൻഡ് ബഡ്സിന് വലിയ റോൾ കൊടുക്കുന്നുണ്ട് അദ്ദേഹം. അവർ വന്നാൽ മുസ്ലിം എന്തൊക്കെ ചെയ്യാം, സാമ്പത്തിക രംഗത്ത് വരാൻ പോകുന്ന മാറ്റം എന്താണ്, അവർ വന്നാൽ ആഭ്യന്തര രംഗത്ത് വരാൻ പോകുന്ന മാറ്റം എന്താണ്, അവർ വന്നാൽ എന്ന് ഈ നമ്മുടെ വളരെ കോൺഫിഡൻസോടെ 2 ടേം ഭരിച്ച് 3ാം ഭരണത്തിലേക്ക് അപാരമായ ആത്മവിശ്വാസത്തോടെ പോകുന്ന മോദിയാണ് അവർ വന്നേക്കുമോ എന്നൊരു ആശങ്ക ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഒന്നാമത്തെ കൗതുകം. രണ്ടാമത്തെ കാര്യം വളരെ ആശയപരമാണ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഈ ഒന്നാമത്തെ ഭാഗത്തിൽ മാഷോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം പ്രധാനമന്ത്രി മോദി BJP എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയുടെ ക്രൗഡ് പുള്ളറായ നേതാവാണ്, ഏറ്റവും വലിയ നേതാവാണ്. അദ്ദേഹം പറയുന്നത് ഞാൻ മത്സരിക്കുമ്പോൾ എൻ്റെ സർക്കാർ ഇന്നത് ചെയ്യും, അവർ വന്നാൽ ഇന്നത് ചെയ്യുമെന്ന് പറയണ്ടേ? അല്ലാതെ പറയുന്നതിനല്ല കുഴപ്പം. ഒരു കാരണവശാലും അവർ വരികയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ ക്യാമ്പയിൻ തുടങ്ങിയ ഒരു പ്രധാനമന്ത്രിയാണ്. ജനങ്ങളും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന് പറയുന്നുണ്ട് 400+ എന്നുള്ളത്. അതെ, 400+ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ ഇങ്ങനെ ഒരു മുന്നണി പോലും ഇന്ത്യയിൽ പ്രസക്തമല്ല. ഇപ്പോഴും മുന്നണി യാഥാർത്ഥ്യമായിട്ട് പോലും ഇല്ല. ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് പൊതുവായി ഒരു കോമൺ മിനിമം പ്രോഗ്രാം ഇല്ല, ഒരു കോമൺ പ്രൈം മിനിസ്റ്റർ ഇല്ല, ഒരു ഈ ഏറ്റവും ചുരുങ്ങിയത് ഒരു കോമൺ പ്രകടന പത്രിക പോലും ഇല്ല. അങ്ങനെ മുന്നണിയെക്കുറിച്ച് ആവശ്യത്തിലേറെ ഉത്കണ്ഠ അദ്ദേഹം പ്രകടിപ്പിക്കുന്ന പോലെ. ശരിയാണ്, സാറിൻ്റെ കാഴ്ചപ്പാട് ശരിയാണ്. പക്ഷേ ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയാം. ഇപ്പോൾ അയോധ്യ ഉൾപ്പെടുന്ന UPയിൽ മോദി പറയേണ്ടത് രാമക്ഷേത്രത്തെക്കുറിച്ചാണ്. ഈ രാമക്ഷേത്രം വരുന്നതിന് തടസ്സം നിന്നവരെ കുറിച്ചാണ്. രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ പ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിച്ചവരെ കുറിച്ചാണ്. അവർ ഈ രാമക്ഷേത്രത്തെ എതിർക്കുന്ന ആളുകൾക്ക് ഒത്താശ പാടുന്നവരോ കൂടെ നിൽക്കുന്നവരാണ്. അതുകൊണ്ട് ഒരു പക്ഷേ ഇവർ വന്നാൽ രാമക്ഷേത്രത്തിന് പൂട്ട് വീണേക്കാം എന്ന് മോദി പറയുന്നത് സ്വാഭാവികമാണ്. ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്ന ഇന്ന് കൊൽക്കത്ത ഹൈക്കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ട്. ഇന്നലെ കൊൽക്കത്തയിൽ മമതാ സർക്കാർ മുസ്ലിംകളെ OBC ഉൾപ്പെടുത്തി സംവരണം കൊടുത്തത് ഹൈക്കോടതി റദ്ദാക്കി. മോദി പറയുന്നത് ഇതാണ്, ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് സമുദായങ്ങൾക്കാണ്, ജാതി സംവരണമാണ്, മതസംവരണമില്ല. മോദിയുടെ ആർഗ്യുമെന്റിന് ബലം കിട്ടുന്നതാണ് മോദിയുടെ ആർഗ്യുമെന്റ് അല്ല, ഭരണഘടനാപരമായി മതാടിസ്ഥാനത്തിൽ സംവരണം കൊടുക്കുന്ന നിയമവിരുദ്ധമാണെന്ന് കണ്ട് കൽക്കത്ത ഹൈക്കോടതി കോൺസ്റ്റിറ്റ്യൂഷൻ ഇത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് റദ്ദാക്കി. ഇത് തന്നെയാണ് മോദി പറയുന്നത്. ഇവർ വന്നാൽ 15% ബഡ്ജറ്റ് അവർക്ക് വേണ്ടി മാറ്റിവെക്കും. അതെ, അതുകൊണ്ട് അവർ വന്ന കാലത്തെ അനുഭവം വെച്ചിട്ട് ഇനിയും അവർ വന്നാൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തങ്ങളെ കുറിച്ച് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്ന രീതിയാണ് സാർ. അങ്ങനെ എടുത്തോളൂ. ഈ രണ്ടാമത്തെ ഭാഗത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അതൊരു നിലപാടിൻ്റെ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു. അതിപ്പോൾ തീവ്രവാദം എന്ന് പറയുന്ന രാജ്യദ്രോഹ പ്രവർത്തനമാണ്, യാതൊരു തർക്കമില്ല. ഭരണഘടനാ വിരുദ്ധമാണ്. നിയമം കയ്യിലെടുക്കുന്നത് ഒരു തരത്തിലും പൊരുത്തപ്പെടാൻ പറ്റിയ സംഗതിയല്ല, പൊറുപ്പിക്കാൻ പറ്റിയ കാര്യമല്ല. പക്ഷേ അതിന് 2 തരത്തിൽ നേരിടുന്ന രീതിയുണ്ട് സാർ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് സ്വീകരിച്ചിരുന്ന സമീപനം, യാസീൻ മാലിക്കിനെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ കൊണ്ടുപോയി, അത് നൽകുന്നൊരു ചിത്രം ഈ മോദി പറയുന്നൊരു ആശങ്ക മുന്നോട്ട് കാണിച്ചു. ഞാൻ പറയുന്നത്, ഇപ്പോൾ യാസീൻ മാലിക്കിനെ പോലെ കുപ്രസിദ്ധനായ ഒരു ഭീകരവാദി അല്ല, അദ്ദേഹം അവകാശപ്പെടുന്നു ഞാൻ 100 കണക്കിന് കാശ്മീരി പണ്ഡിറ്റുകളെ കൊന്നിട്ടുണ്ട്, 7ഓളം എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരെ കൊന്നിട്ടുണ്ട് എന്ന് അഡ്മിറ്റ് ചെയ്യുന്ന, അതിന് ചാർജുണ്ട്.
അദ്ദേഹത്തിൻ്റെ പേരിൽ കേസുകളുണ്ടായിരുന്നു. അത് അദ്ദേഹം സ്വമേധയാ അഡ്മിറ്റ് ചെയ്യുന്ന വീഡിയോ ഇപ്പോഴും യൂട്യൂബിൽ ലഭ്യമാണ്. അങ്ങനെ ഒരാളെ കൊടും തീവ്രവാദിയെ പ്രധാനമന്ത്രി ഹസ്തദാനം കൊടുത്ത് സ്വീകരിച്ച് തൻ്റെ ഔദ്യോഗിക വസതിയിൽ, ഓഫീസിൽ പോലുമല്ല, സ്വീകരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അങ്ങനെ ഒരു കൊടും കുറ്റവാളിയെ അടുപ്പിക്കാനേ പാടില്ല, ഒരു ഭീകരനെ അടുപ്പിക്കാൻ പാടില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുക വളരെ കൃത്യവും ശക്തവുമായ നിലപാടാണ്. പക്ഷേ ആ വിഷയത്തിൽ മൻമോഹൻ സിംഗിൻ്റെ ആചാര്യൻ ജവഹർലാൽ നെഹ്റു ആണല്ലോ. നെഹ്റുവിന് തീവ്രവാദികളെ കുറിച്ചുണ്ടായിരുന്ന നിലപാട് എന്താണ്, ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്ന നിലപാട് എന്താണ്? പലപ്പോഴും ഇപ്പോൾ നമ്മുടെ മാവോയിസ്റ്റുകളുണ്ടല്ലോ, അവരോട് സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? അപ്പോൾ അത് ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ, ഒരു നിലപാടിൻ്റെ പ്രശ്നമാണ്. ഒരു നിലപാടിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്ന് നെഹ്റു പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഏത് ഭീകരവാദിയും എൻ്റെ രാജ്യക്കാരനാണെങ്കിൽ അവൻ എൻ്റെ അമ്മയുടെ മക്കളാണ്. അമ്മയുടെ മക്കൾക്ക് ഭ്രാന്ത് വന്നാൽ അവരെ ക്വാറന്റൈൻ ചെയ്യുകയല്ല, അവരെ ചേർത്ത് പിടിച്ചിട്ട് അവരെ ചികിത്സിക്കുകയാണ് ചെയ്യേണ്ടത്. അതൊരു ആറ്റിറ്റ്യൂഡാണ്. അങ്ങനെ ആറ്റിറ്റ്യൂഡ് സ്വീകരിക്കുക, അത് മഹാത്മാഗാന്ധിയുടെ ആറ്റിറ്റ്യൂഡ് കൂടിയാണ്. പക്ഷേ ആ ആറ്റിറ്റ്യൂഡ് പലപ്പോഴും സുശക്തമായൊരു ഭരണകൂടത്തിന് പലപ്പോഴും സ്വീകരിക്കാൻ പറ്റിയെന്നില്ല. ഏതുപോലെ രാജീവ് ഗാന്ധിയുടെ ഘാതകർക്ക് മാപ്പ് കൊടുക്കാമെന്ന് രാജീവ് ഗാന്ധിയുടെ കുടുംബം പറഞ്ഞാലും രാജ്യം കേൾക്കാൻ പാടില്ല. കൊടുത്തില്ല. അത് രാജ്യത്തിൻ്റെ നിലപാടാണ്. ഒരുപക്ഷെ രാജ്യത്തിൻ്റെ നിലപാടും രാഷ്ട്രനായകനായ മനുഷ്യസ്നേഹികളുടെ നിലപാടും തമ്മിൽ പലപ്പോഴും വൈരുദ്ധ്യം ഉണ്ടാകും. ആ വൈരുദ്ധ്യത്തിൽ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് കുറെ കൂടി ശക്തവും വ്യക്തവുമായ നിലപാട് ഇപ്പോൾ ഇത്തരക്കാരോട് സ്വീകരിക്കേണ്ട നിലപാടാണ്. ഒരു കാരണവശാലും അവർ ചെയ്ത മഹാപാപത്തെ എപ്പോഴെങ്കിലും രാജ്യത്തിൻ്റെ നായകന്മാരായ പ്രതിനിധികൾ, ജനനേതാക്കൾ കോംപ്രമൈസ് ചെയ്ത ചിത്രം, ആ ചിത്രം ചരിത്രത്തിൽ ഒരു മോശം പാഠമാണ്. അത് കൊടുക്കാൻ പാടില്ല. നെഹ്റു പറഞ്ഞാൽ പോലും രാജ്യത്തെ ജനങ്ങളെ കൊല്ലുകയും രാജ്യത്ത് ഒരു മതഭരണം ഉണ്ടാവണമെന്ന് ആവശ്യപ്പെടുകയും രാജ്യത്തിൻ്റെ ഒരു ഭാഗത്തെ വിഘടിച്ച് മാറ്റുകയും കൂടി ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നവരെ ചേർത്ത് നിർത്താൻ ഏത് നെഹ്റു പറഞ്ഞാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അല്ല, അങ്ങനെ അംഗീകരിച്ചിരുന്നു സാർ. എന്താ കാര്യം എന്ന് വെച്ചാൽ, അദ്ദേഹം അത് പറഞ്ഞത് 1915 തൊട്ട് ഹിന്ദു മഹാസഭയുണ്ട്. പിന്നീട് അതിൽ നിന്ന് രാജിവെച്ച് പോയ കൂട്ടരാണ് ഗാന്ധി വധത്തിലൊക്കെ പ്രതികളായത്. അതൊരു വശത്ത്. ഇപ്പുറത്ത് രാജ്യം, ഈ ഹിന്ദുവും മുസൽമാനും അയൽപക്കത്ത് ജീവിക്കുന്ന മനുഷ്യർ രണ്ട് ദേശങ്ങളാണ്, രണ്ട് രാഷ്ട്രങ്ങളാണ് എന്ന് വാദിച്ച ദ്വിരാഷ്ട്രവാദത്തിൻ്റെയും ജിന്നയും. അപ്പോൾ ഈ രണ്ട് ശക്തികൾ രാജ്യത്ത് ശക്തിപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഈ രണ്ടു കൂട്ടരും എൻ്റെ അമ്മയുടെ മക്കളാണ്, രണ്ടു കൂട്ടർക്കും ഭ്രാന്താണ് കൂട്ടരെ, പക്ഷേ രണ്ടു കൂട്ടരെയും ഞാൻ ക്വാറന്റൈൻ ചെയ്യുകയില്ല, രണ്ടു കൂട്ടരോടും ഞാൻ അസ്പൃശ്യത പാലിക്കുകയില്ല എന്ന് പറഞ്ഞൊരു നിലപാടുണ്ട്. അതൊരു നിലപാടാണ്. ആ നിലപാട് പക്ഷേ രാജ്യസുരക്ഷ, ഒന്ന് ഹിന്ദു വർഗീയവാദികൾ, കാശ്മീർ തീവ്രവാദികളെ ഇന്ത്യ വിഭജിച്ചു പോകണമെന്നോ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്നവരല്ലോ ഹിന്ദു വർഗീയവാദികൾ ഉണ്ടെങ്കിൽ. ഞാൻ പറയുന്നത് മറ്റവരോട് ഇക്വേറ്റ് ചെയ്തോളൂ. മുഹമ്മദ് അലി ജിന്നയോട് ഇക്വേറ്റ് ചെയ്യാലോ കാശ്മീർ തീവ്രവാദികളെ. എങ്ങനെ കൂട്ടിയാലും ഇവരെ ഒന്നും മാറ്റി നിർത്തേണ്ടവരല്ല. ഇപ്പോൾ മാത്രം ആലോചിച്ച് നോക്കൂ, ബിന്ദൻവാല ഉൾപ്പെടെയുള്ള തീവ്രവാദികളോട് ഒരു ഘട്ടത്തിലെടുത്ത നിലപാട് പാളിപ്പോയത് എൻ്റെ രക്തസാക്ഷിയാണ് ഇന്ദിരാഗാന്ധി. ഇത് ശ്രീലങ്കയിലെ തമിഴ് അറിയാലോ, ശ്രീലങ്കയിലെ സമാധാന സേനയെ നമ്മൾ അവരെ സഹായിക്കാൻ അയച്ചു കൊടുത്തതാണ്. നിർഭാഗ്യവശാൽ ആരെ സഹായിക്കാനാണോ നമ്മൾ പോയത്, അവരുടെ കൈകൊണ്ട് തന്നെ രാജീവ് ഗാന്ധി. അതിൽ നിന്ന് വ്യത്യസ്തമാണ് കാശ്മീരിൻ്റെ കാര്യം. കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി നിൽക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, ഞങ്ങൾ സ്വതന്ത്ര രാജ്യമാണ് അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗമാകണം എന്നാവശ്യപ്പെടുന്ന ആളുകളെ നമ്മുടെ സഹോദരർ എന്ന് കരുതി ചേർത്ത് നിർത്തണം വേണമെന്ന് ഞാൻ പറയില്ല. അംഗീകരിക്കാൻ കഴിയില്ല. അല്ല സാറേ, ഇപ്പോൾ അംഗീകരിക്കണമെന്ന് ഞാനും പറയില്ല. പക്ഷേ കാലം വളരെ പ്രധാനമാണ്. ഞാൻ പറഞ്ഞത് നെഹ്റുവിൽ നിന്ന് മൻമോഹൻ സിംഗിലേക്ക് വരുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങളെ മാറിക്കാണേണ്ടത്. 75 കൊല്ലം ഇതിനിടയ്ക്ക് കാശ്മീരിൽ നടന്നൊരു വലിയ ഒരു കെടുതിയുണ്ട്. കാശ്മീരിൽ ഹിന്ദുക്കളായ പണ്ഡിറ്റുകളുടെ വീടുകളിൽ ഒന്നെങ്കിൽ മതം മാറുക അല്ലെങ്കിൽ വീട് വിട്ടു പോവുക എന്ന് നോട്ടീസ് പതിക്കപ്പെട്ടു. അങ്ങനെ 5 ലക്ഷത്തോളം ആളുകളാണ് കാശ്മീരി പണ്ഡിറ്റുകൾ കാശ്മീരിൽ നിന്ന് ഓടിപ്പോയത്. അവരുടെ ഭൂമിയും സ്വത്തും വീടുമെല്ലാം മുസ്ലിം തീവ്രവാദികൾ അവർ കയറി താമസിച്ചു. ഈ പറയുന്ന റോഹിംഗ്യൻസിന് പൗരത്വം കൊടുക്കണം എന്ന് പറയുന്ന ആളുകൾ പോലും കാശ്മീരി പണ്ഡിറ്റുകളെ കുറിച്ച് കഴിഞ്ഞ 70 ആണ്ടുകൾ മിണ്ടിയിട്ടില്ല. നല്ലൊരു കാര്യമുണ്ട് സാർ. ഇപ്പോൾ ഈ കാശ്മീരി പണ്ഡിറ്റുകളെ കാശ്മീരിൽ നിന്ന് അട്ടിയോടിച്ചതിനെ കുറിച്ച് നമ്മൾ ഏറ്റവും ഒടുവിൽ കാശ്മീർ യാത്രികയോട് നടത്തിയ വർത്തമാനത്തിൽ പോലും അവിടെ നിന്നുള്ള ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നുള്ള ഫീഡ്ബാക്ക് മറിച്ചാണ്. എന്ന് വെച്ചാൽ അവിടുത്തെ ജനങ്ങൾ തമ്മിലല്ല വിയോജിപ്പുണ്ടായിരുന്നത്, അവരല്ല ഓടിച്ചത്.
ഭരണകൂടത്തിന്, പ്രത്യേകിച്ച് ജഗ്മോഹൻ ഗവർണറായി ഓർമ്മയുണ്ടല്ലോ, ആ കാലത്തൊക്കെ അവിടെ ഗവൺമെൻറ്റിന് തന്നെ ചില താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. അവരെ ഓടിച്ചിട്ട് അവരെ കാശ്മീരിൽ ഇഷ്യൂസ് ഉണ്ടാക്കുകയും എന്നിട്ട് വലിയ തോതിലുള്ള പ്രതിരോധ ഫണ്ട് കാശ്മീരിലേക്ക് വിനിയോഗിക്കാനൊക്കെയുള്ള അത് രാഷ്ട്രീയമാണ്. തീർച്ചയായിട്ടും നമ്മളെല്ലാം ഒരു പങ്കുമില്ലെന്നാണ്. തീവ്രവാദികൾക്ക് തീർച്ചയായിട്ടും പങ്കുണ്ട്. തീവ്രവാദികൾ ഉള്ളതുകൊണ്ടാണല്ലോ. തീർച്ചയായിട്ടും പങ്കുണ്ട്, പങ്കില്ല എന്നല്ല. അല്ല, എന്നിട്ട് ഇവരുടെ സ്വത്തും ഭൂമിയും കയ്യേറിയാണ്. ഇവരുടെ സ്വത്തും ഭൂമിയും കയ്യേറിയത് തിരിച്ചു കൊടുക്കാൻ മോദി സർക്കാരുടെ ഇപ്പോൾ നടപടിയെടുത്തത്. മോദി സർക്കാർ അവിടെ എടുത്ത നിലപാടിനെ കാശ്മീരികൾ പിന്തുണക്കുന്നുണ്ട്. കാശ്മീരി പണ്ഡിറ്റുകൾ പിന്തുണക്കുന്നുണ്ട്. കാശ്മീരി പണ്ഡിറ്റുകൾ വരാൻ സമയമായിട്ടില്ല എന്ന നിലപാടെടുത്തതിൽ പോലും, അല്ലെങ്കിൽ അവരെ തൽക്കാലം മാറ്റി നിർത്തിയിട്ട് പൊളിറ്റിക്കൽ ഗിമ്മിക്ക് കളിക്കുന്നതിൽ പോലും സാറിനറിയാലോ നമ്മുടെ ഭരണകൂടത്തിന്റെ അന്തഃപുരങ്ങൾ നടക്കുന്നത്. അത് പലപ്പോഴും അതിന് മാറ്റമുണ്ടായി. തിരിച്ചു വരികയാണ്. ഓഫ് കോഴ്സ്, യാതൊരു തർക്കവും എനിക്കില്ല. കാശ്മീരികൾ തിരിച്ചു വരുന്നു എന്ന്, പണ്ഡിറ്റുകൾ തിരിച്ചു വരുന്നു. ഒന്ന്, പണ്ഡിറ്റുകളും കാശ്മീരികളും സഹോദര തുല്യരായി ജീവിക്കുന്നു. ഇപ്പോൾ അതാണല്ലോ ഏറ്റവും ലേറ്റസ്റ്റ്, നമുക്ക് പോലും ABC പോലും കിട്ടിയ ഗ്രൗണ്ട് റിയാലിറ്റി അതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം മോഡി ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ, ഇപ്പോൾ 370-ാം വകുപ്പ് എടുത്തു മാറ്റിയതുകൊണ്ട് ആകാശമൊന്നും ഇടിഞ്ഞു വീണില്ല എന്നല്ലേ 3 കൊല്ലത്തെ അനുഭവം കാണിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന ദുഃഖവെള്ളിക്ക് ക്രിസ്ത്യാനികൾക്ക് അവിടെ യേശുദേവന്റെ ശവമഞ്ചവുമായി ഘോഷയാത്ര പലതും ചെയ്യാൻ പറ്റി. തീർച്ചയായിട്ടും അങ്ങനെയാണ് വരേണ്ടത്. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊരു സ്ട്രാറ്റജിയാണ്. ഞാൻ പറഞ്ഞത് നെഹ്റുവിൻ്റെ സ്ട്രാറ്റജിയിൽ നിന്ന് മോദിയുടെ സ്ട്രാറ്റജിയിലേക്കുള്ള മാറ്റം. ആ മാറ്റത്തിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, കാലം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. കാലം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, കാശ്മീരിനെ ഇന്ത്യയോട് ചേർക്കുമ്പോൾ കൊടുത്തൊരു വാക്കുണ്ടായിരുന്നു അന്ന്. അത് ഓർക്കേണ്ട കാര്യം 10-77 കൊല്ലം മുമ്പാണ്. വാക്കെന്താണ്? ഈ ഒരു പ്ലബിസൈറ്റ് നടത്താം, ഈ വിഭജനത്തിൻ്റെ കൂട്ടക്കൊലകളൊന്ന് അവസാനിക്കട്ടെ, ചോരച്ചാലുകളൊന്ന് ഉണങ്ങട്ടെ, നിങ്ങൾക്ക് ഒരു ഹിതപരിശോധനയ്ക്ക് അവസരം തരാം, നിങ്ങൾക്ക് ചോസ് ചെയ്യാം, ഐദർ പാകിസ്ഥാൻ ഓർ ഇന്ത്യ, ഇൻ ബിറ്റ്വീൻ. ഇപ്പോഴത്തെ അവസ്ഥ അല്ല, അതിൽ ഡിസ്പ്യൂട്ട് ഉണ്ട്. മാത്രമായിട്ട് ഞാൻ പറഞ്ഞത്, പക്ഷേ ഇന്ന് ഞാൻ പോലും നെഹ്റു അന്ന് വെച്ച ഡിമാൻഡ് നെഹ്റുവിനെന്നല്ല, അദ്ദേഹത്തിന്റെ കൊച്ചുപുത്രൻ ഇപ്പോൾ രാഹുൽ ഗാന്ധി അധികാരത്തിൽ വന്നാൽ പോലും ഇന്നത് പ്രസക്തമല്ല. അല്ല, അങ്ങനെ പറഞ്ഞുകൂടാ. 7 പതിറ്റാണ്ട് മാഷിപ്പോൾ നെഹ്റുവിനെ കോട്ട് ചെയ്ത് പറഞ്ഞു, നെഹ്റു ഇവർ എൻ്റെ സഹോദരന്മാരാണ്, തീവ്രവാദികളാണെങ്കിലും എൻ്റെ സഹോദരന്മാരാണ്, അവരെ ചേർത്ത് നിർത്തണം എന്ന് പറഞ്ഞ നെഹ്റുവിൻ്റെ പോളിസിയുടെ ഭാഗമായിട്ടാണ് യാസിൻ മാലിക്കിനെ, അതായത് BJP സർക്കാരിൻ്റെ തൊട്ടു മുമ്പ് ഇന്ത്യ ഭരിച്ച കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി ചേർത്ത് നിർത്തിയത്. അപ്പോൾ വീണ്ടും മോദി മാറി, അവർ വന്നാൽ വീണ്ടും യാസിൻ മാലിക്കുമാർക്ക് ബിരിയാണി കിട്ടും എന്ന് മോദി പറഞ്ഞത് എങ്ങനെ തെറ്റായി വരും? ഒരു തെറ്റുമല്ല. ഞാൻ പറയുന്നത് അതിൽ നിന്നൊരു വലിയ പാഠം കൂടിയുണ്ട്. ആ നിലപാട് നെഹ്റു മുതൽ ഇന്ദിര തൊട്ട് രാജീവ് ഗാന്ധി വരെ സ്വീകരിച്ചതിൻ്റെ ഫലം അവർ തന്നെയും ഈ തീവ്രവാദത്തിൻ്റെ രക്തസാക്ഷികളായി തീർന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് മോദി സ്വീകരിക്കുന്ന നിലപാട് തൊട്ടുകൂടാത്ത, വളരെ അഡമൻ്റായ, വളരെ ഹാർഷായ നിലപാട് സ്വീകരിക്കുന്നതാണ് ഇത്തരക്കാരോട് ശരി എന്ന് മോദിയുടെ നടപടികൾ തെളിയിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഈ മാവോയിസ്റ്റുകളെ എന്താ നമ്മുടെ മുമ്പിലുള്ള വഴി? മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊല്ലുന്നതാണോ ശരി? അതല്ലാത്തൊരു മാർഗം മാവോയിസ്റ്റുകൾ ഉന്നയിക്കുന്ന മൗലികമായ ജനകീയ പ്രശ്നങ്ങളെ ഇവിടുത്തെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കുകയും എന്നിട്ട് അവരെ ചേർത്ത് പിടിച്ച് നിങ്ങളുടെ മുദ്രാവാക്യം ഇതാ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു, ഇനി നിങ്ങളുടെ കയ്യിലുള്ള ആയുധം സർക്കാരിൻ്റെ മുമ്പിൽ അടിയറവ് വെക്കണം എന്ന് പറയുന്ന നിലപാട്. ആ മാവോയിസ്റ്റുകളുടെ കാലം കഴിഞ്ഞു സാർ. ഇപ്പോഴത്തെ മാവോയിസ്റ്റുകൾ ചൈനയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി യന്ത്രത്തോക്കുകളുമായി നടക്കുന്ന മാവോയിസ്റ്റുകൾ, നമ്മുടെ വയനാട്ടിൽ നടക്കുന്ന മാവോയിസ്റ്റ്, പാവപ്പെട്ട പിണറായി പോലീസ് വെടിവെക്കുന്ന അവരെ കമ്പയർ ചെയ്യരുത്. അത് വേറെ മാവോയിസ്റ്റുകളാണ്. അവരുടെ ഇരിക്കുന്നത് റോക്കറ്റ് ലോഞ്ചറൊക്കെയാണ്. ഏത് തീവ്രവാദിയുടെയും മനസ്സിൽ ആശയപരമായ ഒരു അടിത്തറ വിശുദ്ധമായിട്ട് അവൻ്റെ ഉള്ളിലുണ്ടാവും. പക്ഷേ അവനെ ഉപയോഗപ്പെടുത്തുന്ന ശക്തികൾ എപ്പോഴും രാജ്യദ്രോഹ ശക്തികളാവാം. അതുകൊണ്ടാണ് നമ്മുടെ CRPF പോലും നേരിടാനുള്ള കരുത്തുള്ള മാവോവാദികൾ നമ്മുടെ രാജ്യത്തുണ്ടാവുന്നത്. എങ്ങനെ ഉണ്ടാവുന്നു? നമ്മുടെ വയനാട്ടിലെ പാവപ്പെട്ട ആദിവാസി കുടിലുകൾ തേടി വരുന്ന, അരി ചോദിച്ചു വരുന്ന മാവോയിസ്റ്റുകൾ പാവപ്പെട്ട മാവോയിസ്റ്റുകളാണ്. സാറ് പറയുന്ന കാറ്റഗറിയിലാണ്. അല്ല, തീർച്ചയായിട്ടും ഈ ആശയവും പ്രയോഗവും തമ്മിൽ വലിയ അന്തരം ഉണ്ടാവും. തീർച്ചയായിട്ടും ഇപ്പോൾ ആ അർത്ഥത്തിൽ മോദി പറഞ്ഞത് 2-3 ഓർമ്മകളിലേക്ക് നമ്മെ നയിക്കുന്നുണ്ട്. ഒന്ന്, ചരിത്രപരമായി ഇത്തരം തീവ്രവാദത്തോട് നമ്മൾ സ്വീകരിച്ചു വന്ന സമീപനത്തിൻ്റെ ഫലം എന്താണ് കൂട്ടരെ? കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ കാലാകാലങ്ങളായി സ്വീകരിച്ചു വന്ന നിലപാടുകൾ തെറ്റായിരുന്നില്ലേ? ഇതാ ഞാൻ സ്വീകരിക്കുന്ന അതിശക്തമായ തീവ്രമായ നിലപാടുകളല്ലേ ശരി? അതുകൊണ്ട് മൻമോഹൻ സിംഗിൻ്റെ നിലപാടുകളിലേക്ക്, യാസീൻ മാലിക്കിനോട് സ്വീകരിച്ച നിലപാടിലേക്ക് നമ്മുടെ രാജ്യം തിരിച്ചു പോകണമോ? അല്ല, ഇവിടെ വളരെ പ്രസക്തമായൊരു കാര്യമുണ്ട്. പാകിസ്ഥാൻ അവർ ഒഫീഷ്യലി സ്വാഗതം ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയാണ്. എന്തുകൊണ്ടായിരിക്കും?
മോദിയേക്കാൾ അവർക്കിഷ്ടം രാഹുലാണ്. രാഹുൽ പ്രധാനമന്ത്രിയാവുന്നതാണ് താല്പര്യമെന്ന് പാകിസ്ഥാനിലൊരു മന്ത്രി വരെ കഴിഞ്ഞ ദിവസം പറയുണ്ടായി. അത് ഈ മോദിക്കെതിരായി ഇന്ത്യയിലെ മുസ്ലിം സെന്റിമെന്റ്സ് വളരെ കാലമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. അവരോട് കൂട്ടുചേർന്നുകൊണ്ട് ഇന്ത്യയിലെ സെക്കുലർ ശക്തികളും അവരുടെ ഇടപെടലുകൾ മോദിയുടെ കാലത്ത് ഫലപ്രദമായി ഇന്ത്യയെ ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ ആയിരിക്കാം. അതുകൊണ്ട് കാരണം ലോകത്ത് ഏത് രാജ്യം പൊറുക്കും സാർ? ഒരു രാജ്യത്തിൻ്റെ പരമാധികാര കേന്ദ്രമായ പാർലമെന്റ് ആക്രമിച്ചിട്ട് ചെറുവിരലനക്കാത്ത കോൺഗ്രസ് സർക്കാരിനെ കുറിച്ച് ഓർത്ത് മാഷ്ക്ക് ലജ്ജ തോന്നുന്നില്ലേ? അല്ല, ഒരു കേസിൽ സ്വീകരിക്കാൻ നടപടികളൊക്കെ സ്വീകരിച്ചില്ലേ? അല്ല, പാകിസ്ഥാനിൽ നിന്ന് വന്ന ആക്രമണമാണ്, എന്നിട്ട് അതിന്റെ പ്രതികളെ ജയിലിൽ അടച്ചു എന്ന് പറഞ്ഞാൽ മതിയോ? പാകിസ്ഥാൻ എന്ന് എടുക്കണ്ട സാർ. ഈ ഇസ്ലാമിക തീവ്രവാദത്തിന് ലോകത്തിൽ രാജ്യമില്ല. അതെവിടുന്നും വരാം. പാകിസ്ഥാന്റെ ഒത്താശയോടെയാണ് പാർലമെന്റ് ആക്രമണം നടന്നത്, അത് സാർ അങ്ങനെ മുംബൈ ആക്രമണം നടന്നത് എന്ന് വളരെ കൃത്യമായി തെളിയിക്കുകയാണ്. സംബന്ധിച്ചത് ഞാൻ തർക്കിക്കാൻ വേണ്ടി പറയുന്നല്ല സാർ. അതിൽ കാണേണ്ടത് പാകിസ്ഥാനിൽ നിന്ന് വന്ന ഒരാൾ ഇന്ത്യൻ പാർലമെന്റ് തകർത്തു എന്നുള്ള മട്ടിൽ മാത്രം കാണേണ്ടതില്ല. സൗദി അറേബ്യയിൽ കണ്ടൂടെ? കാരണം ഓർക്കേണ്ട ഒരു കാര്യം, സൗദി അറേബ്യയിൽ നിന്നും UAE-യിൽ നിന്നുമായി ജോർഡാനിൽ നിന്നുമായി 19 പേര് പോയിട്ട് ആണ് പെന്റഗൺ തകർത്തത്. പെന്റഗൺ വിടുന്നു, അത് വിട്ടു. അമേരിക്ക, നമ്മൾ ഇന്ത്യയിൽ നമ്മുടെ കൺമുന്നിൽ നമ്മൾ അനുഭവിച്ച കാര്യമാണ് മുംബൈ ഭീകരാക്രമണം, പാർലമെന്റ് ആക്രമണം. ഇത് രണ്ടും പാകിസ്ഥാൻ സംഘടിപ്പിച്ചതായിരുന്നു, തർക്കമൊന്നുമില്ല. അപ്പോൾ പിന്നെ പാകിസ്ഥാനെ എന്ത് ചെയ്തു ഇന്ത്യ? പാകിസ്ഥാനോട് ഇന്ത്യ എന്ത് ചെയ്തു? തിരിച്ചൊരു ചോദ്യമുണ്ട്. മോദിയുടെ കാലത്താണ് പാർലമെന്റ് ആക്രമിക്കപ്പെട്ടിരുന്നെങ്കിൽ മോദി എന്ത് ചെയ്യുമായിരുന്നു? പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ നിയമവ്യവസ്ഥ അനുവദിക്കുന്നില്ല സാറേ. ഞാൻ നിയമവ്യവസ്ഥയല്ല സാർ. ഒരു രാജ്യം ഇന്ത്യൻ പാർലമെന്റിനെ പാകിസ്ഥാൻ നേരിട്ട് ബന്ധപ്പെട്ട് ആക്രമിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നില്ല നമ്മൾ പോയി പാകിസ്ഥാനോട് യുദ്ധം പ്രഖ്യാപിക്കും. തീർച്ചയായും പാകിസ്ഥാന് തക്ക മറുപടി ഇന്ത്യ കൊടുക്കുമെന്ന് വിശ്വസിക്കുന്ന നൂറുകണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഇന്ത്യയിലുണ്ട്. ആ വിശ്വാസമാണ് മോദിയിലുള്ളത്. അതിന് സാധിക്കില്ല സാർ. എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കുറ്റവാളികളെ ലോകത്തിൽ ആദ്യം തള്ളി പറഞ്ഞത് പാകിസ്ഥാൻ ഗവൺമെൻറ്റാണ്. ഓർക്കുന്നുണ്ടോ? ഏത് ഗവൺമെൻറ് തള്ളിപ്പറയും? ഏത് ഗവൺമെൻറ് തള്ളിപ്പറയും? ഇപ്പം നമ്മുടെ ഒരാൾ പോയിട്ടാണ് കാനഡയിൽ ഭീകരപ്രവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ തള്ളി പറഞ്ഞില്ലേ? അതുപോലെയല്ല, തെളിവ് സഹിതം ഇന്ത്യക്ക് ബോധ്യപ്പെട്ടതാണ്. ഇന്ത്യ തെളിവുകളാണ് പാകിസ്ഥാനികളാണ് തെളിഞ്ഞാണ് സാർ. തെളിഞ്ഞതാണ്. ഗവൺമെന്റിന് അതിലൊരു ഗവൺമെന്റിന് പങ്കില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും? അല്ല, ഞാൻ പറയാം, അങ്ങനെ തെളിയിച്ചാൽ അല്ലാത്ത കാലത്തോളം തെളിയിച്ചു കഴിഞ്ഞാൽ മാഷ് വിശ്വസിക്കുന്ന പോലെയല്ല. ഞാൻ ഉൾപ്പെടെ ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് മോദിയുടെ കാലത്താണ് പാർലമെന്റ് ആക്രമണവും മുംബൈ ആക്രമണവും നടന്നതെങ്കിൽ പാകിസ്ഥാൻ കനത്ത വില കൊടുക്കേണ്ടി വരുമായിരുന്നു. കാരണം പുൽവാമയ്ക്ക് നമ്മൾ മറുപടി കൊടുത്തു ബലാക്കോട്ടിൽ. അതിനേക്കാളും ഗ്രേവായ ആക്രമണമാണ് ഇന്ത്യൻ പാർലമെന്റ് നടന്നത്. ലോകത്തൊരു ജനാധിപത്യ രാജ്യവും പൊറുക്കില്ല. അല്ല സാർ, ജയ്ഷെ മുഹമ്മദ് പാകിസ്ഥാൻ ഗവൺമെന്റ് എന്നും തള്ളിപ്പറയുകയും ഒരു ദിവസം ഒരാളെയെങ്കിലും, ഒരു ജയ്ഷെ മുഹമ്മദിനെയെങ്കിലും പാകിസ്ഥാൻ ഗവൺമെന്റ് പിടിക്കുകയും ചെയ്യുന്നുണ്ട്. ഓർമ്മയില്ലേ? അവിടെയാണ് ബിൻ ലാദൻ ഒളിത്താവളത്തിൽ കിടന്നത്. പാകിസ്ഥാൻ ഗവൺമെന്റ് ആണ് എല്ലാ ഒത്താശയും ചെയ്ത്. ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. ഞാൻ വിശ്വസിക്കുന്നത് മോദിയാണെങ്കിൽ പാകിസ്ഥാനെ ശിക്ഷിക്കുമായിരുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. എന്നെ പോലെ കോടിക്കണക്കിന് ഇന്ത്യക്കാരും ആണത്. പക്ഷെ സാധിക്കാൻ ഇന്ത്യക്ക് എന്താ പാകിസ്ഥാനെ പേടിയാ? ഒരു പേടി ഉണ്ടായിട്ടില്ല. നിയമപരമായി നമുക്ക് ചെയ്യാം. എന്ത് നിയമം? ഇന്ത്യൻ പാർലമെന്റിനെ ആക്രമിച്ചാൽ അതിലും വലിയ പിന്നെന്ത് നിയമം സാർ? നിയമം ഉണ്ടാക്കുന്നത് പാർലമെന്റിലാണ്. ഇന്ത്യയിലെ നിയമം ഉണ്ടാക്കുന്ന പാർലമെന്റിലേക്ക് പാകിസ്ഥാൻ ഡമ്മികളെ ഒരു പ്രോക്സി അറ്റാക്ക് നടത്തിയാൽ അത് നിയമമാണെന്ന് പറഞ്ഞാൽ മൻമോഹൻ സിംഗിന്റെയും സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ബാധകമാണത്. അതല്ല BJPയുടെയും മോദിയുടെയും സാറേ. നമ്മുടെ വാദം ദുർബലമായി പോകുന്നത് പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ അറിവോ സമ്മതത്തോടോ കൂടി നടന്ന ഒരു പ്രോക്സി അറ്റാക്കാണെന്ന് ഇന്ന് വരെ ഒരു ഗവൺമെന്റും പറഞ്ഞിട്ടില്ല. മോദി ഗവൺമെന്റ് പോലും പറഞ്ഞിട്ടില്ല. സാറിന്റെ വിശ്വാസം മാഷിനെ രക്ഷിക്കട്ടെ. എന്റെ വിശ്വാസം എന്റെ കൂടെ. തീർച്ചയായിട്ടും സന്തോഷം. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ കാര്യത്തിൽ തീവ്രവാദത്തോടുള്ള നിലപാടിൽ ചരിത്രപരമായി തന്നെ മോദിയിലെത്തി നിൽക്കുന്ന ഒരു ഇന്ത്യയാണ് ശരി. തീവ്രവാദത്തോട് നിലപാടെടുക്കുന്നത് അങ്ങനെയാണ്. അതിപ്പോൾ ഒരു തീവ്രവാദിയെ പിടിച്ചാൽ ആ തീവ്രവാദിയെ നിലനിർത്താം. തീവ്രവാദിയെ പാർലമെന്റിന്റെ അയലത്ത് പോലും വരുത്താതിരിക്കാം. പക്ഷേ തീവ്രവാദത്തിന്റെ പേരിൽ ആ തീവ്രവാദി ജനിച്ച രാജ്യത്തോട് യുദ്ധം പ്രഖ്യാപിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യൻ നിയമം പ്രഖ്യാപിക്കണം. ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന ശക്തികളെ ഇല്ലാതാക്കാൻ കഴിയുമെങ്കിൽ ഇല്ലാതാക്കണം. സന്തോഷം. സാറിന്റെ മോഹത്തിന് ഞാൻ എതിരല്ല. സാധിക്കുമോ എന്നുള്ളതൊക്കെ നോക്കാം. നമുക്ക് ജനാധിപത്യമല്ലേ സാർ, കണ്ടറിയേണ്ടതാണ്. ഓക്കെ, സന്തോഷം. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.